നമുക്ക് നല്ലൊരു ടൗണിന് നടുക്കായിട്ടൊരു വീട് കിട്ടിയല്ലോ. അത് ഹോസ്പിറ്റല് തൊട്ടടുത്തുണ്ട്, ആരാധനാലയങ്ങൾ തൊട്ടടുത്തുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുണ്ട്, കോൾഡ് സ്റ്റോറേജുകളുണ്ട്. അങ്ങനെയുള്ള എല്ലാ അമ്യൂണിറ്റീസും അടുത്തുള്ള ബസ് സ്റ്റാൻഡിനോട് തൊട്ടടുത്ത്, ഇങ്ങനെയുള്ള എല്ലാ അമ്യൂണിറ്റീസിനും തൊട്ടടുത്ത് തന്നെയുള്ള എല്ലാം നോക്കിയേ കാണാവുന്ന ദൂരത്തുള്ള അത്രയും നല്ല സൗകര്യപ്രദമായ ഒരു നല്ലൊരു വീട്, 2 നില വീട്. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ പൂഞ്ഞാർ ടൗണിന് സമീപത്താണ്. ടൗണിന് സമീപത്തല്ല, ടൗണിന് നടുക്ക് തന്നെയാണ്. 6 സെന്റ് സ്ഥലത്തില് 1850 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുള്ള 2 നില വീടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു ചെല്ലാം. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. പൂഞ്ഞാർ ടൗണിന് സമീപത്തായിട്ട് ഇതാ നമ്മൾ നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് വന്ന് നിൽക്കുക. എൻ്റെ വണ്ടി മുറ്റത്ത് കിടപ്പുണ്ട്. നല്ല മുറ്റവും സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളതിന് വേറെ തെളിവൊന്നും വേണ്ട. ഇത് ഇത്രയും മുറ്റമുണ്ട് നമുക്കിവിടെ. 6 സെന്റ് സ്ഥലത്തിൽ 1850 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്ലസ് ഒരു കോമൺ ടോയ്ലറ്റ് കൂടിയുള്ള നല്ലൊരു കിടുക്കൻ വീടാണ്. നമുക്ക് ചുറ്റുവട്ടം ഒന്നും കാണാൻ പോകാൻ പറ്റില്ല, ഭയങ്കര മഴയാണ്. ഇനിയും ഞാനിവിടെ വീഡിയോ എടുക്കാൻ വരണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ മഴയത്തെ കൊടയം ചൂടിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ജനൽപ്പാളികൾ കാണാം, ഫ്രണ്ട് ഡോറ് കാണാം. ഇതെല്ലാം നല്ല ക്വാളിറ്റിയോടുകൂടി നല്ല ഒരു പുതിയ മോഡേൺ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. തൊട്ടടുത്തുള്ള വീടുകളെല്ലാം നല്ല വീടുകൾ തന്നെയുള്ള നല്ലൊരു ഏരിയയാണ്. എല്ലാം ജോലിക്കാർ, സർക്കാർ ജോലിക്കാരൊക്കെ ആയിട്ടുള്ള നല്ല ആൾക്കാർ തന്നെ താമസിക്കുന്ന നല്ലൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കാരണം ടൗണിൻ്റെ സൗകര്യങ്ങൾ ഏറ്റവും തൊട്ടടുത്ത് തന്നെ കിട്ടുന്ന രീതിയിൽ, അത് ബസ് സ്റ്റാൻഡ് മുതൽ സൂപ്പർ മാർക്കറ്റുകൾ മുതൽ ബേക്കറികൾ മുതൽ ഹോട്ടലുകൾ മുതൽ അതുപോലെ തന്നെയുള്ള എല്ലാ അമ്യൂണിറ്റീസും, കോൾഡ് സ്റ്റോറേജ് ആവട്ടെ, അമ്പലമാകട്ടെ, പള്ളിയാകട്ടെ, എല്ലാം ആകട്ടെ നമുക്ക് തൊട്ടടുത്ത് തന്നെ കിട്ടാവുന്ന രീതിയിലുള്ള ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു കിടുക്കാച്ചി വീടാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ കയറി വന്നത് നേരെ സ്വീകരണ മുറിയിലേക്ക് കയറി. അവിടുന്ന് ഒരു പാർട്ടീഷൻ വർക്കുണ്ട്, നല്ല വലിപ്പമുള്ള സ്വീകരണ മുറിയാണ്. അപ്പോൾ പാർട്ടീഷൻ വർക്ക് കടന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോയിരുന്നു. ഡൈനിങ് ഹാളാണ് ഇവിടെ കാണുന്നത്. വലിയ 1.5 കോടി 2 കോടി രൂപയുടെ അല്ലെങ്കിൽ 3000-4000 സ്ക്വയർ ഫീറ്റ് വീടുകളൊക്കെ പണിയുമ്പോൾ കൊടുക്കുന്ന ജനലിൻ്റെ മോഡലുണ്ട്. ആ മോഡലിലാണ് ഈ ജനൽപ്പാളികൾ കൊടുത്തിരിക്കുന്നത്. അത് ഭയങ്കര ആകർഷണീയതയുള്ളതാണ്. നമുക്കിവിടെ ഈ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ കോമൺ വാഷ് ഏരിയ, അവിടെ മിറർ എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇതിനോട് സമീപത്ത് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. ഈ കോമൺ ടോയ്ലറ്റിലും എല്ലാ ഫിറ്റിങ്സുകളും ചെയ്തിട്ടുണ്ട്. നല്ല ടൈല് വർക്കുകളാണ് ടോയ്ലറ്റുകളുടെ മറ്റൊരു പ്രത്യേകത. നല്ലൊരു കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ടൈല് വർക്കുകൾ. ഓരോ തുറന്ന് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോയി. ആദ്യമേ കോമൺ ടോയ്ലറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു താഴത്തെ നിലയിലെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിരിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അറ്റാച്ച്ഡ് തന്നെയാണ്. അപ്പോൾ താഴത്തെ നിലയിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡും പ്ലസ് ഒരു കോമൺ ടോയ്ലറ്റ് പ്ലസ് ഒരു കോമൺ വാഷ് ഏരിയ പ്ലസ് കിച്ചൺ വർക്ക് ഏരിയ, ഡൈനിങ് ഹോള് അതുപോലെ തന്നെ വലിപ്പമുള്ളൊരു കാർ പോർച്ച്, നല്ലൊരു സിറ്റ് ഔട്ട്. അപ്പോൾ അങ്ങനെയാണ് താഴത്തെ നിലയുടെ എല്ലാ സെറ്റിങ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുക. ബസ് റോഡുമായിട്ട്, ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ബസ് റോഡുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 100 മീറ്റർ ദൂരമാണ്. നമുക്കറിയാം ഇവിടെ ഹോസ്പിറ്റലുണ്ട്. പൂഞ്ഞാർ ഹോസ്പിറ്റലിൽ ജിജോ ആശുപത്രി എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ ചെറുപ്പം മുതലേക്ക് മരുന്ന് മേടിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്ന ആശുപത്രിയാണ് ജിജോ ആശുപത്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ ആശുപത്രിയൊക്കെയായിട്ട് അധികം ദൂരത്തിലല്ലാത്ത രീതിയിൽ, അതുപോലെ തന്നെ നല്ല ഹൗസിംഗ് കോളനി ഏരിയയാണ് ഇത്. നമ്മൾ നല്ലൊരു കിച്ചണിലേക്ക് വന്നു. കിച്ചണ് നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായി, നല്ല ലൈറ്റുകളാലൊക്കെ അലങ്കൃതമായിട്ടുള്ള നല്ല അടിപൊളി കിച്ചണാണ് ഇവിടെ കാണുന്നത്. ഒപ്പം നമ്മൾ ഇവിടെ വർക്ക് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് കയറുന്ന സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം ഒരു സ്റ്റോർ റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡൊന്നും നമ്മൾ കാണാത്തതുകൊണ്ട് ജസ്റ്റ് ബാക്ക് സൈഡിൽ നിന്ന് കാണിക്കും. ഇവിടെ അലക്കുകല്ല് സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലുള്ള സ്ഥലം കൂടെ കൂട്ടി അതിന് 8 സെൻ്റ് ആയിരുന്നു. അപ്പോൾ ഉടമ താമസിച്ചുകൊണ്ടിരിക്കുന്നതിനോട് സമീപത്ത് തന്നെ ആയതുകൊണ്ട് ആ സ്ഥലം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയായിട്ട് ഏകദേശം 5 സെൻറ്റിനും 6 സെൻറ്റിനും ഇടയ്ക്കായിരിക്കും സ്ഥലം വരിക. അടുത്ത ദിവസം തന്നെ ഒന്ന് കൃത്യമായിട്ടൊന്ന് അളന്ന് നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. മുകളിലൊരു
ഒരു ഫാമിലി ലിവിങ് ഏരിയ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന നല്ല വലിപ്പമുള്ളൊരു ഹോളുണ്ട്. മുകളിലത്തെ നിലയിൽ ഇത് ഈ കാണുന്ന 2 ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള 2 ബെഡ്റൂം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ചോദിക്കുന്ന വില 68 ലക്ഷം രൂപ. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസാണ്. നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു മുകളിലത്തെ നിലയിൽ. അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ അടുത്ത ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് ഈ കാണുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഡോറ് അത് ലോക്കായിരുന്നു. അവിടെ ഓപ്പൺ ടെറസ് ഏരിയയാണ്. അവിടെ ഒരു ഷീറ്റ് വർക്ക് നമുക്ക് ചെയ്തെടുത്താൽ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ആയിട്ട് നമുക്ക് അവിടെ കിട്ടും. ഇതാണ് അടുത്ത ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ ജനൽപ്പാളികളൊക്കെ നല്ല വലിപ്പമുള്ള ജനൽപ്പാളികളാണ്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ കണക്ഷൻ വന്നിട്ടുണ്ട്. ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷൻ ചെയ്തിട്ടുണ്ട്. സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടുവെള്ളം ടോയ്ലറ്റുകളിലും കിച്ചണിലും കിട്ടാവുന്ന രീതിയിലാണ് പ്ലംബിംഗ് വർക്കുകൾ ചെയ്തിരിക്കുക. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് ആണ്. നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാം പണികളും തീർത്ത് വെച്ചിരിക്കുന്ന നല്ലൊരു വീടാണ്. അപ്പോൾ പൂഞ്ഞാർ ടൗണ് മറക്കണ്ട. പൂഞ്ഞാറൊക്കെ വളരെ വിശേഷപ്പെട്ട നല്ല ഒരു നല്ല രാജകൊട്ടാരങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കൊണ്ടും കേരളം മുഴുവൻ അറിയപ്പെടുന്ന നല്ലൊരു പ്രദേശമാണ് പൂഞ്ഞാർ. അപ്പോൾ ആ പൂഞ്ഞാർ ടൗണിന് സമീപത്ത് തന്നെ ടൗണിനോട് ചേർന്ന് തന്നെ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നല്ലൊരു ബാൽക്കണിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ വീട് നേരിട്ട് കാണുവാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഞങ്ങളെ വിളിക്കാൻ മടിക്കണ്ട. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി നേരിൽ കാണാം. അപ്പോൾ ഗുഡ് ബൈ.